Good morning. Today's class is about riveted joints. A rivet consists of a cylindrical shank with a head at one end as shown in figure. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ആക്ച്വലി ഒരു റിവറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ. അപ്പോൾ ഇതിൽ ഒരു ഷാങ്ക് ഉണ്ട്. ഷാങ്ക് മീൻസ് സിലിണ്ടറിക്കൽ ഷാങ്കാണ്, സിലിണ്ടറിക്കൽ പോർഷനാണ്. ഒരു ഹെഡ് ഉണ്ട്. ആ ഹെഡ് അറ്റ് വൺ എൻഡ് എന്നാണ്. എ റിവറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിലിണ്ടറിക്കൽ ഷാങ്ക് വിത്ത് എ ഹെഡ് അറ്റ് വൺ എൻഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഇനി അതിനുശേഷം അത് നമ്മൾ ദിസ് ഹെഡ് ഈസ് ഫോംഡ് ഓൺ ദി ഷാങ്ക് ബൈ എൻ അപ്സെറ്റിംഗ് പ്രോസസ് ഇൻ എ മെഷീൻ കോൾഡ് ആൻ ഓട്ടോമാറ്റിക് ഹെഡർ. ഓട്ടോമാറ്റിക് ഹെഡർ വെച്ചിട്ട് ഇത് അപ്സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഈ റിവറ്റ് ഒരു പർട്ടിക്കുലർ പോർഷനിൽ വെച്ചിട്ട് നമ്മളൊരു ഡൈ വെച്ചിട്ട് നമുക്ക് ഇത് രണ്ടും ഫിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിച്ച മോഡൽ നമുക്ക് വേണമെങ്കിൽ ദ റിവറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ദ ഹോൾസ് ഓഫ് പാർട്സ് ബീങ് അസംബിൾഡ് ആസ് ഷോൺ ഇൻ ഫിഗർ ആൻഡ് ദ ഹെഡ് ഈസ് ഫേംലി ഹെൽഡ് അഗെയിൻസ്റ്റ് ദി ബാക്കപ്പ് ബാർ. ഈ ബാക്കപ്പ് ബാറിൽ നമുക്ക് ഈ ഒരു ഹെഡ് വെച്ചിട്ടുണ്ട്. ഈ ഹെഡ് വെച്ചിട്ട് ഏതൊരു പാർട്ടാണോ നമുക്ക് അസംബിൾ ചെയ്യേണ്ടത് ആ ഒരു പാർട്ട് നമ്മൾ രണ്ടും ചേർത്ത് വെച്ച് അതിൻ്റെ ഹോളിലൂടെ ഇൻസേർട്ട് ചെയ്യും. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഒരു എൻഡിൽ നമ്മൾ ഡൈ ഫിക്സ് ചെയ്തിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യും. ആ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പോയിൻ്റായിട്ട് മാറും. ഇങ്ങനെയാണ് ഇൻ റിവറ്റ് ടെർമിനോളജി ദ ക്ലോസിംഗ് ഹെഡ് ഈസ് കോൾഡ് ദ പോയിൻറ്റ്. നമ്മളൊരു റിവറ്റിൻ്റെ ടെർമിനോളജിയിൽ ഈ ക്ലോസിംഗ് ഹെഡാണ് ആക്ച്വലി നമ്മൾ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഹെഡ് ഓൾറെഡി ഉണ്ട്. ഇനി നമ്മൾ ഡൈ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു പാർട്ട് അതിനെ നമ്മൾ പോയിൻ്റ് എന്ന് പറയും. അപ്പോൾ ഇതിനൊരു റിവറ്റ് സ്പെസിഫൈഡ് ബൈ ദി ഷാങ്ക് ഡയമീറ്റർ. ഷാങ്ക് ഡയമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. എ 20 mm റിവറ്റ് മീൻസ് എ റിവറ്റ് ഹാവിങ് 20 mm ആസ് ഷാങ്ക് ഡയമീറ്റർ. ദി സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ദി റിവറ്റ്സ് ആർ കുറേ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ് സൈസ് ഓഫ് റിവറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി മെത്തേഡ്സ് ഓഫ് റിവറ്റിംഗ്. There are two methods of riveting, hand riveting and machine riveting. In hand riveting, a die is placed on the protruding end of the shank as shown in figure C and blows are applied by a hammer. ഇതാണ് ഈ ഫിഗർ സിയിൽ കൊടുത്ത മോഡൽ. ഇതാണ് ആ ഒരു പ്രൊസീജിയർ പറഞ്ഞു. ഇവിടെ ഒരു ഹാമർ വെച്ചിട്ട് നമ്മൾ ബ്ലോ ചെയ്ത് നമുക്കതിനെ ഫിക്സ് ചെയ്യാം. ഇൻ മെഷീൻ റിവറ്റിംഗ് the die is a part of the hammer which is operated by pneumatic, hydraulic or steam pressure. ഈ രീതിയിൽ നമ്മൾ മെഷീൻ റിവറ്റിങ്ങും പോസിബിൾ ആകുന്നുണ്ട്. അപ്പോൾ റിവറ്റിംഗ് മെത്തേഡ്സ് ആർ ഓൾസോ ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് ദി ഷാങ്ക്. അപ്പോൾ ഹോട്ട് റിവറ്റിംഗ് ആൻഡ് കോൾഡ് റിവറ്റിംഗ് ഈ രീതിയിലും ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഹോട്ട് ആൻഡ് കോൾഡ് റിവറ്റിംഗ്. ഇൻ ഹോട്ട് റിവറ്റിംഗ് ദി എൻഡ് ഓഫ് ദി റിവറ്റ് ഷാങ്ക് ഈസ് ഹീറ്റഡ് ടു അബൌട്ട് 1000 degree to 1100 degree Celsius till it becomes bright red and then the blows are applied by hammer. In cold riveting there is no such heating. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഹോട്ട് റിവറ്റിങ്ങും കോൾഡ് റിവറ്റിങ്ങും അതിൻ്റെ വേരിയസ് തിയറി പാർട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് റിവറ്റഡ് ജോയിൻറ്റ്സ്. റിവറ്റഡ് ജോയിൻറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ജോയിനിങ് ദി പ്ലേറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു ഗ്രൂപ്പ്സ്, ലാപ്പ് ജോയിൻറ്റ് ആൻഡ് ബട്ട് ജോയിൻറ്റ്. ലാപ്പ് ജോയിൻറ്റ് ആൻഡ് ബട്ട് ജോയിൻറ്റ് ഇതാണ് രണ്ട് കാറ്റഗറി. അതിൽ ലാപ്പ് ജോയിൻറ്റ് കൺസിസ്റ്റ് ഓഫ് ടു ഓവർലാപ്പിംഗ് പ്ലേറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ടുഗദർ ബൈ വൺ ഓർ മോർ റോസ് ഓഫ് റിവറ്റ്സ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഇതാണൊരു ലാപ്പ് ജോയിൻറ്റ്. ഈ ലാപ്പ് ജോയിൻറ്റിൽ ഒരു പ്ലേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ പ്ലേറ്റിന് ഇതാണ് ഒരു പ്ലേറ്റ്. ഈ ഒരു പ്ലേറ്റിന് മുകളിൽ വേറെ ഒരു പ്ലേറ്റ് ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. എന്നിട്ടാണ് ഇവിടെ റിവറ്റ് ചെയ്യുന്നത്. ഈ ഒരു കേസിൽ നമുക്ക് ഇങ്ങനെയുള്ള റിവറ്റിംഗ് ആണ് ആക്ച്വലി ലാപ്പ് ജോയിൻറ്റ്. ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ ദി നമ്പർ ഓഫ് റോസ് ദ ലാപ്പ് ജോയിൻറ്റ്സ് ആർ ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിൻറ്റ്, ഡബിൾ റിവറ്റഡ് ലാപ്പ് joint or triple riveted
ലാബ് ജോയിൻറ്റ്. അപ്പോൾ സിംഗിൾ റിവറ്റഡ് ഉണ്ട്, ഡബിൾ റിവറ്റഡ് ഉണ്ട്, ദെൻ ട്രിപ്പിൾ റിവറ്റഡ് ലാബ് ജോയിൻറ്റ്സ്, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഈ ലാപ്പ് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ റോ ആയിട്ടാണെങ്കിൽ സിംഗിൾ റിവറ്റഡ് എന്ന് പറയും, ഡബിൾ റിവറ്റഡ് എന്ന് പറയും. ഈ ഡബിൾ റിവറ്റഡിൽ തന്നെ നമുക്ക് അല്ലെങ്കിൽ ട്രിപ്പിൾ റിവറ്റഡ് ലാബ് ജോയിൻറ്റിൽ നമുക്ക് സെപ്പറേറ്റ് 2 തരം അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇൻ ഡബിൾ ഓർ ട്രിപ്പിൾ റിവറ്റഡ് ലാബ് ജോയിൻറ്റ്സ് ദ റിവറ്റ്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ചെയിൻ പാറ്റേൺ ഓർ സിക്സാഗ് പാറ്റേൺ ആസ് ഷോൺ ഇൻ ഫിഗർ ബി ആൻഡ് സി റെസ്പെക്റ്റീവ്ലി. ഈ ബി എന്ന് പറയുന്ന ഇതിൽ ചെയിൻ പാറ്റേൺ ആണ്, സിയിലത് സിക്സാഗ് പാറ്റേൺ ആണ്. ഈ രീതിയിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. എ ചെയിൻ റിവറ്റഡ് ജോയിൻറ്റ് ഈസ് എ ജോയിൻറ്റ് in which the rivets are arranged in such a way that rivets in different rows are located opposite to each other. ഒന്നിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് എടുത്തത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ, അതേസമയം സിക്സാഗിലാണെങ്കിൽ ഒന്നിട വിട്ടിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു റോയിലുള്ളതിൻ്റെ 2 റിവറ്റിൻ്റെ ഇടയിലായിട്ടാണ് അടുത്ത റോ വരിക. ഇൻ സിക്സാഗ് റിവറ്റഡ് ജോയിൻറ്റ് ഈസ് എ ജോയിൻറ്റ് ഇൻ വിച്ച് ദ റിവറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് എവരി റിവറ്റ് in a row is located in the middle of the 2 rivets in the adjacent row. Adjacent റോയിലെ 2 റിവറ്റ്സിൻ്റെ ഇടയിലായിട്ടാണ് അടുത്ത റോയിലെ റിവറ്റ് ഫിക്സ് ചെയ്യും. ഇതാണ് ഒരു ഡിഫറൻസ് ചെയിൻ റിവറ്റഡ് ജോയിൻറ്റ്സ് ആൻഡ് സിക്സാഗ് റിവറ്റഡ് ജോയിൻറ്റ്. നെക്സ്റ്റ് ടെർമിനോളജി. ഇപ്പോൾ പിച്ച്, വാട്ട് ഈസ് മീൻ ബൈ പിച്ച്? The pitch of the rivet is defined as the distance between the center of one rivet to the center of the adjacent rivet in the same row. Usually P is equal to 3D. ശ്രദ്ധിക്കുക, പിച്ച് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഫിഗറിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു റിവറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ സെയിം റോയിലുള്ള മറ്റൊരു റിവറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇതാണ് ആക്ച്വലി പിച്ച്. ഈ പി എന്ന് പറയുന്നതാണ് പിച്ച് എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ബട്ട് ആ ഒരു റിവറ്റ്സ് സെയിം റോയിലായിരിക്കണം, അതാണ് പിച്ച്. നെക്സ്റ്റ് മാർജിൻ. ദ മാർജിൻ ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എഡ്ജ് ഓഫ് ദി പ്ലേറ്റ് ടു ദ സെൻറ്റർ ലൈൻ ഓഫ് ദി റിവറ്റ്സ് ഇൻ ദി നിയറസ്റ്റ് റോ. ഇവിടെ മാർജിൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് ഈ ഒരു ലാബ് ജോയിൻറ്റിൻ്റെ എഡ്ജ്. ലാബ് ജോയിൻറ്റിൻ്റെ ഒരു പ്ലേറ്റിൻ്റെ എഡ്ജാണ് ഈ കാണിച്ചത്. ഈ എഡ്ജിൽ നിന്ന് ഇതിന് നിയറസ്റ്റ് ആയിട്ട് വരുന്ന റോ, ആ റോയിലെ റിവറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് ആക്ച്വലി മാർജിൻ. ഇവിടെയാണെങ്കിലും മാർജിൻ, ഇതാണ് മാർജിൻ. ഇവിടെയും മാർജിൻ കൊടുത്തിട്ടുണ്ട്, ഇതാണ് മാർജിൻ. ഇവിടെ ഡബിൾ റോ ഉണ്ടെങ്കിലും നമ്മൾ നിയറസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു റോയിലേക്കുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ നോക്കേണ്ടത് ആ ഒരു മാർജിൻ്റെ കൺസെപ്റ്റിൽ. നെക്സ്റ്റ് ട്രാൻസ്ഫേഴ്സ് പിച്ച്, PT. ട്രാൻസ്ഫേഴ്സ് പിച്ച്, ഓൾസോ കോൾഡ് ബാക്ക് പിച്ച് ഓർ റോ പിച്ച്, is the distance between 2 consecutive rows of the rivets in the same plate. Usually PT is equal to 0.8 P. ഓക്കെ, ട്രാൻസ്ഫേഴ്സ് പിച്ച് എന്ന് പറയുന്നത് ഈ ഒരു റോയിലെ റിവറ്റിന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ടടുത്ത റോയിലെ റിവറ്റ്, ആ റിവറ്റും അതിൻ്റെ ഇടയിൽ ഈ 2 സെൻറ്റർ, ഈ ഒരു റിവറ്റിൻ്റെ സെൻറ്ററും ഈ ഒരു റിവറ്റിൻ്റെ സെൻറ്ററിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, അതാണ് ട്രാൻസ്ഫേഴ്സ് പിച്ച്. ഈ PT എന്ന് പറയുന്നത് ട്രാൻസ്ഫേഴ്സ് പിച്ച്. ട്രാൻസ്ഫേഴ്സ് പിച്ച് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. നെക്സ്റ്റ് ഡയഗണൽ പിച്ച്. ഡയഗണൽ പിച്ച് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റർ ഓഫ് വൺ റിവറ്റ് ടു ദ സെൻറ്റർ ഓഫ് ദി അഡ്ജസൻറ്റ് റിവറ്റ് ലൊക്കേറ്റഡ് ഇൻ ദി അഡ്ജസൻറ്റ് റോ. അപ്പോൾ ഇതിൽ നമ്മൾ ഡയഗണൽ പിച്ച് എടുക്കുമ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഈ ഒരു സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇതാണ് ഡയഗണൽ പിച്ച് എന്ന് പറയുന്നത്. PD, ഡയഗണൽ പിച്ച്, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. അപ്പോൾ ഡയഗണൽ പിച്ചിൽ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലാബ് ജോയിൻറ്റ് ഈസ് ഓൾവേസ് സബ്ജക്റ്റഡ് ടു ബെൻഡിങ് മൊമെൻറ്റ് MB. ഇപ്പോൾ ഇവിടെ ബെൻഡിങ് മൊമെൻറ്റ് വരുന്ന ഫിഗർ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇതാണ് ഒരു പ്ലേറ്റ്, അതിന് ലാബ് ജോയിൻറ്റിൽ കണക്ട് ചെയ്യുന്ന വേറൊരു പ്ലേറ്റാണ് ഇവിടെ കൊടുത്തത്. ഇപ്പം നമുക്കറിയാം ഈ ഫോഴ്സ് ടെൻസൈലായിട്ട് ആക്ട് ചെയ്യുവാണ്. ഈ ടെൻസൈൽ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുമ്പോൾ അത് ഈ ഒരു പ്ലേറ്റിൻ്റെ തിക്നെസ്സിൻ്റെ മിഡിലായിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കൺസെപ്റ്റ്. അതേപോലെ ഈ പ്ലേറ്റിൻ്റെ മിഡിലായിട്ട് ഇവിടെ ഒരു ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുവാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ദിസ് P ആൻഡ് ദിസ് P, the distance between this center to center or the distance between this center and this center is equal to T/2 plus T/2 കിട്ടും.
T/2 plus T/2. Total T ആണ് thickness. Construction of butt joint. The construction of butt joint is shown in figure. It consists of two plates which are kept in alignment against each other in the same plane, and a strap or cover plate is placed over these plates and riveted to each plate. Placing the two plates which are to be fastened against each other is called butting. ഇപ്പോൾ നമുക്കറിയാം ഒരു പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റിന് മുകളിൽ അടുത്ത പ്ലേറ്റ് കറക്റ്റായിട്ട് ബട്ട് ജോയിൻറ്റിൻ്റെ കേസിൽ നമുക്കറിയാം ഓവർലാപ്പ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഓവർലാപ്പ് ചെയ്തിട്ട് ലാപ്പ് ജോയിൻറ്റ് പോലെയല്ല, പകരം ഒരു പ്ലേറ്റിന് മുകളിൽ വേറൊരു പ്ലേറ്റ് പാരലായിട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് നമ്മളിവിടെ റിവെറ്റ് ചെയ്യുന്നത്, ഈ രണ്ട് പോയിന്റിൽ റിവെറ്റ് ചെയ്യുന്നത്. ആ രീതിയിലാണ് ബട്ട് ജോയിൻറ്റിൻ്റെ കേസ് വരുന്നത്. അതാണ് ഒരു ബട്ട് ജോയിൻറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഒരു പ്ലേറ്റ്. ഈ ഒരു പ്ലേറ്റും ഈ ഒരു പ്ലേറ്റുമാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്. ആ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രാപ്പ് അതിന് മുകളിൽ വെക്കും. ഇത് രണ്ടും ചേർത്ത് വെച്ചിട്ട് ഒരു സ്ട്രാപ്പ് വെക്കും. ആ സ്ട്രാപ്പ് വെച്ചിട്ടാണ് ഇവിടെയും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റിവെറ്റ് ചെയ്യും. അപ്പോൾ സിംഗിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻ്റാണ് ഈ കേസ്. ഇപ്പോൾ സിംഗിൾ സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ജോയിനിങ് പ്ലേറ്റിൻ്റെ മുകളിൽ ഒരു ഒറ്റ സ്ട്രാപ്പാണ് വെച്ചിട്ടുള്ളത്. സ്ട്രാപ്പ് വെച്ച് ജോയിൻ ചെയ്യുകയാണ്. അതേസമയം ഈ കേസിൽ മുകളിലും താഴെയും സ്ട്രാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പം ഡബിൾ സ്ട്രാപ്പ് സിംഗിൾ ബട്ട് റിവെറ്റഡ് ജോയിൻ്റാണ് ഇത്. ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻ്റാണ് ഇത്. ഇവിടെ ഒരു സ്ട്രാപ്പ് ഉണ്ട്, ഇവിടെ ഒരു സ്ട്രാപ്പ് ഉണ്ട്. ഇത് രണ്ടുമാണ് ജോയിനിങ് പ്ലേറ്റ്. അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ കൺസെപ്റ്റ്. നെക്സ്റ്റ് ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻ്റാണ്. ഇവിടെ ഡബിൾ സ്ട്രാപ്പാണ്. ഡബിൾ സ്ട്രാപ്പിൽ തന്നെ ഡബിൾ റിവെറ്റഡ് ആണ്. ഡബിൾ റിവെറ്റ് ഇവിടെ 6 ആഗ് മോഡലിലാണ് കൊടുത്തത്, 6 ആഗ് മോഡൽ. അപ്പോൾ ഈ ഒരു സ്ട്രാപ്പിന് മുകളിൽ ഈ ഒരു പ്ലേറ്റിന് മുകളിൽ വരുന്ന സ്ട്രാപ്പിൽ ഡബിൾ റിവെറ്റഡ് ആയിട്ട് കിട്ടും. അതേപോലെ ഈ പ്ലേറ്റിന് മുകളിലും ഡബിൾ റിവെറ്റഡ് ആയിട്ട് കിട്ടും. ഡബിൾ സ്ട്രാപ്പുമാണ്. അതിൽ തന്നെ പിന്നെ ഇത് 6 ആഗ് പാറ്റേൺ ആണ്, ഇത് ചെയിൻ പാറ്റേൺ ആണ്. ഈ എ എന്ന് പറയുന്നതാണ് ചെയിൻ പാറ്റേൺ ആണ്. ബി എന്ന് പറയുന്നത്, ഈ ബി ആണ് 6 ആഗ് പാറ്റേൺ ആയിട്ട് വരും. 6 ആഗ് പാറ്റേൺ ബി എന്ന് പറയുന്നത് 6 ആഗ് പാറ്റേൺ, ഇത് ചെയിൻ പാറ്റേൺ. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ. ദെൻ റിവെറ്റ് മെറ്റീരിയൽസ്. ആ റിവെറ്റ് മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ്, their chemical composition as follows: carbon 0.23% maximum, sulfur 0.05% maximum, phosphorus 0.05% maximum. അപ്പോൾ there are two varieties of steel rivet bars: hot rolled steel rivet bar and single tensile steel rivet bar. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഈ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ പ്രോപ്പർട്ടി വരുന്നതെന്നുള്ളത്. ഹോട്ട് റോൾഡ് സ്റ്റീൽ റിവെറ്റ് ബാർ, ഹൈ ടെൻസൈൽ സ്റ്റീൽ റിവെറ്റ് ബാർ, ഇങ്ങനെ കുറേ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കുക. ദെൻ ടൈപ്സ് ഓഫ് ഫെയിലിയർ ആണ്. ടൈപ്സ് ഓഫ് ഫെയിലിയറിൽ നമുക്കറിയാം, ഇത് റിവെറ്റിൽ ടെൻസൈലായിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്തൊക്കെ തരത്തിൽ നമുക്കിത് ഫെയിലിയർ പോസിബിൾ ആണ് എന്നുള്ളത്. ഫസ്റ്റ് റിവെറ്റ് നമുക്കറിയാം, ഇതാണ് റിവെറ്റ് ഈ ഒരു പ്ലേറ്റിൽ ഈ ഒരു ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ഈ ഒരു ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഈ ഫോഴ്സിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഈ ഒരു പ്ലെയിനിൽ നിന്ന് ഇത് കട്ടായി പോകും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് ഫെയിലിയർ അല്ലെ ഷിയർ ഫെയിലിയർ എന്ന് പറയും. ഷിയർ ഫെയിലിയർ എ എന്ന് പറയുന്നത് ഷിയർ ഫെയിലിയറാണ്. ബി എന്ന് പറയുന്നത് ടെൻസൈൽ ഫെയിലിയറാണ്. കാരണം ഇത് ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ ബ്രേക്ക് ആവും. ഈ ഒരു പ്ലേറ്റാണ് ബ്രേക്കായി പോകുന്നത്, പ്ലേറ്റ് ബ്രേക്കായി പോകും. അപ്പോൾ അത് ടെൻസൈൽ ഫെയിലിയർ ആയിട്ട് വരും. ഇനി ക്രഷിംഗ് ഫെയിലിയർ എന്ന് പറഞ്ഞത് ഈ ഒരു ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു റിവെറ്റിൻ്റെ ഈ ഒരു പോർഷനിൽ വന്ന് അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യും. ആ സ്ട്രൈക്ക് ചെയ്ത് ഇത് ക്രഷ് ചെയ്ത് പോകും. അതാണ് ക്രഷിംഗ് ഫെയിലിയർ. ഇനി ഷിയർ ഫെയിലിയർ ഓഫ് പ്ലേറ്റ് ബൈ റിവെറ്റ്, പ്ലേറ്റിന് ഷിയർ ഫെയിലിയർ വരാം, അതാണ് ഈ കേസ്. നെക്സ്റ്റ് ടിയറിങ് ഓഫ് മാർജിൻ. ഇനി മാർജിൻ്റെ വലിപ്പം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, ലെങ്ത്ത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ടിയർ ചെയ്ത് പോവുക, ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇത്രയും ടൈപ്പ് ഫെയിലിയേഴ്സാണ് ആക്ച്വലി ഈ റിവെറ്റ്സിൻ്റെ കേസിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ.
താങ്ക് യു. താങ്ക് യു ഓൾ.